വാക്കുകൾ പറയുമ്പോൾ വല്ലാത്ത വിഷമം, നെഞ്ചിലെന്തോ കുത്തുന്നത് പോലെ തോന്നാം. എന്താ ചെയ്യുക? എന്നോട് ഒരാൾ ചോദിച്ച കാര്യമാണിത്. ഞാനൊരു കാര്യം പറയാം. മക്കളിൽ നിന്നുണ്ടാവുന്ന ഓരോ ആക്ഷൻസും ഓരോ വേർഡ്സും നമ്മളെ വേദനിപ്പിക്കുന്നത് ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്നുണ്ടായിട്ടുള്ള കാരണം കൊണ്ടല്ല. നമ്മൾ എങ്ങനെയൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ടല്ലേ. നമ്മൾ ആ സമയത്തായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങളെക്കുറിച്ച്, ടൈം മാറ്റിവെച്ച കാര്യങ്ങളെക്കുറിച്ച്, എഫേർട്ട് ഇട്ടതിനെക്കുറിച്ച്. അതെല്ലാം കൂടി ആലോചിക്കുന്ന സമയത്താണ് പലപ്പോഴും ആ സിറ്റുവേഷൻ, ആ വാക്ക്, ആ ആക്ഷൻ എല്ലാം നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. സോ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആസ് എ മോം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്തി ബൗണ്ടറി, സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറി വിത്ത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും കാണാൻ വേണ്ടി കഴിയില്ല അല്ലേ. മറിച്ച് അവരെ ഒന്ന് കുറച്ച് ദൂരത്തേക്ക് വെച്ച് ആ സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും തന്നെ ഒരു കുറച്ച് ദൂരത്തേക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. സോ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ആരാണെങ്കിലും കൂടിയും ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അതിനർത്ഥം ഇഷ്ടവും സ്നേഹവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതാക്കുക, നഷ്ടമാക്കുക, കുറയ്ക്കുക എന്നുള്ളതല്ല. അതാണ് പറയുന്നത് സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറി വിത്ത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അവരെയും അവർ വ്യക്തിയായിട്ട് കാണുന്ന സമയത്തായിരിക്കും, അവരും ഒരു പേഴ്സണാണ്, അവർക്കും ഒരു സ്പേസ് കൊടുക്കുക. അവർക്കും ഒരു ഇഷ്ടങ്ങളുണ്ടാവാം, അനിഷ്ടങ്ങളുണ്ടാവാം, എല്ലാം കൺസിഡർ ചെയ്യുക, വാല്യൂ ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കുറയ്ക്കാനായിട്ടും അതിലൂടെ നമുക്ക് നമ്മളെയും അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സോ ഏതൊരു റിലേഷൻഷിപ്പിലും ആ ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.